മതസ്ഥർക്കും ഏത് ജാതിക്കാർക്കും കേരളത്തിൽ സ്വതന്ത്രമായി വിവാഹം കഴിക്കാമെന്നും പ്രണയിക്കാമെന്നും മൈക്കിന് മുന്നിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന എം.വി. ഗോവിന്ദനും മന്ത്രി ശിവൻകുട്ടിയും എം.എ. റഹീമും ഈ കാഴ്ച കാണണം. പ്രായപൂർത്തിയായ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം കാമുകനൊപ്പം പോകാൻ തീരുമാനിച്ചപ്പോൾ താമരശ്ശേരി കോടതി പരിസരം യുദ്ധക്കളമായത് സഖാക്കൾ അറിയാതെ പോകരുത്. പെൺവീട്ടുകാരും യുവാവിന്റെ സുഹൃത്തുക്കളും തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയപ്പോൾ സമാധാന കേരളത്തിന്റെ പൊള്ളത്തരമാണ് ഒരിക്കൽ കൂടി പുറത്തുവന്നത്. ഈ മാസം 4-ാം തീയതിയാണ് മുക്കം സ്വദേശികളായ ദമ്പതികളുടെ മകളെ കാണാതാകുന്നത്. വീട്ടുകാർ നൽകിയ പരാതിയിൽ മുക്കം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെയും ആൺസുഹൃത്തിനെയും കണ്ടെത്തുകയായിരുന്നു. പ്രണയവിവാഹങ്ങൾക്കും മിശ്രവിവാഹങ്ങൾക്കും ചുവന്ന പരവതാനി വിരിക്കുമെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഭരിക്കുമ്പോഴും പ്രണയിനികൾക്ക് കോടതി കയറേണ്ടി വരുന്ന അവസ്ഥയാണിവിടെ. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് 20 വയസ്സുകാരിയായ യുവതി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. തനിക്ക് ആൺസുഹൃത്തിനൊപ്പം പോകാനാണ് താല്പര്യമെന്ന് പെൺകുട്ടി കോടതിയെ അറിയിച്ചു. പ്രായപൂർത്തിയായ വ്യക്തിയായതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ അവകാശമുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി യുവതിയെ കാമുകനൊപ്പം വിട്ടു. എന്നാൽ കോടതിക്ക് പുറത്ത് നടന്നത് സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങളായിരുന്നു. കോടതി വിധി വന്ന് പുറത്തിറങ്ങിയ യുവതിയെ ബലം പ്രയോഗിച്ചും അനുനയിപ്പിച്ചും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുടുംബാംഗങ്ങൾ ശ്രമിച്ചതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനെ യുവാവിന്റെ സുഹൃത്തുക്കൾ എതിർത്തതോടെ കോടതി പരിസരം ഒരു നിമിഷം യുദ്ധകളമായി മാറി. ഉന്തും തള്ളും അടിപിടിയും രൂക്ഷമായതോടെ പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. മതേതരത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന പാർട്ടിക്കാർ ഇത്തരം പ്രാദേശിക തല്ലുകൾക്ക് മറുപടി പറയേണ്ടി വരും. തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്ന യുവതി ഒടുവിൽ യുവാവിനൊപ്പം മടങ്ങിപ്പോയി. കുംഭമേള കല്യാണം എന്ന് വീമ്പു പറയുന്നവർ സ്വന്തം നാട്ടിൽ ഒരു പ്രണയിനിക്കും കാമുകനും സുരക്ഷിതമായി മടങ്ങാൻ കോടതി കവാടത്തിൽ അടികൊള്ളേണ്ടി വരുന്ന സാഹചര്യം കാണാതെ പോകരുത്. കോടതി പരിസരത്തെ അടിപിടിയുടെ ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. വ്യാജരേഖയുമായി മധ്യപ്രദേശിലെ കുട്ടിയെ കല്യാണം കഴിച്ചവർ ഇതും കാണണം.